ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും GN ആൻഡ് GJയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്രിസ്പി പൊട്ടാറ്റോ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് 4 വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കുഞ്ഞിതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം ഇതിലോട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ചേർക്കാം. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇതിങ്ങനെ മിക്സ് ആക്കി കൊടുക്കണം. വെള്ളം ചേർക്കാത്തതുകൊണ്ട് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സിമ്മിൽ വെച്ചുകൊണ്ട് മൂടി വെച്ച് വേവിച്ചാൽ മതി. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. വേറൊരു ചീനച്ചട്ടിയിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം 1 ടീസ്പൂൺ കടുക്, ചെറിയ കഷ്ണം ഇഞ്ചിയും 4-8 വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് സോട്ട് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ചെറിയ സവാള ചേർത്ത് സോട്ട് ചെയ്യാം. സവാള നിറം മാറി ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ ഇത് നമുക്ക് ഉരുളക്കിഴങ്ങിലോട്ട് ചേർക്കണം. പൊട്ടാറ്റോ നമുക്ക് വീണ്ടും ചെറുതീയിലിട്ട് മൊരിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പും ചേർത്ത് മിക്സ് ആക്കാം. 10 മിനിറ്റോളം സിമ്മിൽ വെച്ചുകൊണ്ട് പൊട്ടാറ്റോ ഫ്രൈ ആക്കി എടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ആക്കാൻ മറക്കരുത്. പൊട്ടാറ്റോ നിറം മാറി നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് കരിവേപ്പിലയും ചേർത്ത് മിക്സ് ആക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ക്രിസ്പി പൊട്ടാറ്റോ ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങി പൊട്ടാറ്റോ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. ഇത് തൈരിച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പൊട്ടാറ്റോ ഫ്രൈ ഉള്ളിലിട്ട് റോളാക്കി കഴിക്കാം. ക്രിസ്പി പൊട്ടാറ്റോ ഫ്രൈ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡിഷാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എങ്ങനെയുണ്ടായിരുന്നുവെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ അറിയിക്കും വേണം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ.